അധ്യാപനം എന്നൊരു ജോലി ആസ്വാദ്യമാക്കാൻ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് അഥവാ മാനസിക വ്യാപാരങ്ങൾ. എല്ലാ അധ്യാപകരും അധ്യാപക അഭിരുചി പരീക്ഷകളൊക്കെ തന്നെ പാസ്സായി, ക്വാളിഫിക്കേഷൻ ടെസ്റ്റൊക്കെ പാസ്സായി തന്നെ വരുന്നവരാണ്. എന്നിരുന്നാൽ പോലും മുന്നിൽ വരുന്ന കുട്ടികളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഇന്നും പല അധ്യാപകർക്കും അറിയാത്ത കാര്യമാണ്. ഒരു ക്ലാസ്സിലുള്ള 40 കുട്ടികളും 40 ചിന്താമണ്ഡലങ്ങളിലും മാനസിക വ്യാപാരങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അവരെ ഏകോപിപ്പിച്ച് എങ്ങനെ പഠനത്തിൽ ഉത്സാഹികളാക്കാം എന്ന് ചിന്തിക്കുകയാണ് ഓരോ അധ്യാപകരുമെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ടുന്ന അത്യാവശ്യമായൊരു കാര്യമാണ് ഈ ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് അഥവാ മാനസിക വ്യാപാരങ്ങൾ. ഹാബിറ്റ്സ് ഓഫ് മൈൻഡിനെ ചുരുക്കത്തിൽ പറയുന്നത് HOM എന്നാണ്. HOMൻ്റെ വികസിത രൂപം ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് എന്നാണ്. 16 HOM ആണ്. 16 മാനസിക വ്യാപാരങ്ങളാണ് പൊതുവേ ഉള്ളത്, മാനസിക ശീലങ്ങളാണ് പൊതുവേ ഉള്ളത്. അതിൽ ഏറ്റവും ആദ്യമുള്ളതാണ് പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ഥിരോത്സാഹം. എന്താണ് സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞാൽ? ഏതൊരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര ഉത്സാഹം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കാത്തിരിക്കാനും ഒരു മടിയില്ല. പക്ഷേ അത് അങ്ങോട്ട് പോകെ അത് നമ്മളിൽ അത് ഉത്സാഹം കുറഞ്ഞു വരുന്നു. കാര്യം അതൊരു സ്ഥിരമായ പ്രക്രിയയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് വിജയിക്കാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് സ്ഥിരോത്സാഹം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഉത്സാഹം സ്ഥിരമല്ലാതായാൽ നമ്മുടെ പ്രയത്നത്തിൻ്റെ ആക്കം കുറയും. അതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് പെർസിസ്റ്റൻസ് എന്ന വാക്കിനർത്ഥം തന്നെ സ്ഥിരോത്സാഹമാണ്. എപ്പോഴും സ്ഥിരോത്സാഹിയായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാം, സ്കൂൾ തുറക്കുമ്പോഴൊക്കെ നമുക്ക് സ്കൂളിൽ പോകാനും പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാനും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകെ അതില്ലാണ്ടായി പോകുന്നു. ബോറടിപ്പിക്കുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോറടിക്കുന്നൊരിടം ഇല്ലാതാക്കി എല്ലാ കാര്യത്തെയും മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കുന്നത് എപ്പോഴോ അന്നേരമാണ് ഒരാൾ ജീവിതത്തിൽ മുന്നേറാനായിട്ട് തുടങ്ങുന്നത്. കൺസിസ്റ്റൻ്റായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും, അറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാനുള്ള ഒരേ ഒരു സൂത്രവാക്യം കൺസിസ്റ്റൻസിയാണ്. നിരന്തരം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഇന്നത്തേനേക്കാൾ പാട് കുറവായിരിക്കും നാളെ, അതിനേക്കാട്ടിൽ എളുപ്പമായിരിക്കും അടുത്ത ദിവസം. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം തന്നെ. അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കാതെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് അത് നമ്മൾ അറിയുക എന്നുള്ളത്, ആ ഒരു ശ്രമം നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം അതിനെ അക്വയർ ചെയ്യാനായിട്ട്, ആർജിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സ്ഥിരോത്സാഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. കാരണം അവർക്ക് നാളത്തേക്കുള്ള ചുവടുവയ്പ്പുകൾ വെച്ച് കൊടുക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും സ്ഥിരോത്സാഹം എന്ന് പറയുന്നൊരു പ്രക്രിയ ആപ്ലിക്കബിളാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, നിത്യാഭ്യാസി ആനയെടുക്കും. എത്ര പ്രയത്നം ആവശ്യമുള്ള ജോലിയാണെങ്കിലും നിരന്തരമായ പരിശ്രമം അതിനെ ലഘൂകരിക്കും, എളുപ്പമാക്കും എന്നുള്ളതാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം തന്നെ. അതുപോലെ തന്നെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിരുത്സാഹങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നാലും ഒരു ലക്ഷ്യത്തിലേക്കുള്ള പരിശ്രമത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അചഞ്ചലമായ തുടർച്ചയാണ് സ്ഥിരോത്സാഹം സൂചിപ്പിക്കുന്നത്. എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ ഇനി എന്ത് തന്നെ പ്രതിബന്ധമായാലും അതിനെയൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് നമുക്ക് നിരന്തരം അതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തി അത് കൈവരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർസിസ്റ്റൻസ് HOMൽ പരമപ്രധാനമായ ഒരു കാര്യമാണ്. സ്ഥിരോത്സാഹത്തെ അത്ര നിസ്സാരമായിട്ടൊന്നും കരുതേണ്ട. ഒരുപാട് ക്ഷമയും ധൈര്യവും ഒക്കെ ആവശ്യമുണ്ട്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമകരമായിട്ടുള്ള, വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പെർസിസ്റ്റീവായിട്ടിരിക്കുക, സ്ഥിരോത്സാഹിയായിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടിയെ സ്ഥിരോത്സാഹിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അവന് നിരന്തരം ഉത്സാഹത്തിനുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രദാനം ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹം.